ഹായ്, ഇത് കഴിഞ്ഞ ഡിസംബർ 12 ഒരു ഊട്ടി യാത്ര പോയതാണേ. ഒരു പ്രീ പ്ലാനിങ്ങും ഇല്ലായിരുന്നു. വിജയൻ്റെ സിസ്റ്റർ നാട്ടിലുണ്ടായിരുന്നു. അപ്പോൾ നീ വരുന്നോ ചോദിച്ചു. ഓക്കെ, നമ്മൾ പോയാലോ എന്ന് പറഞ്ഞു. ആ രീതിയിൽ അങ്ങോട്ട് പോയതാണേ. അങ്ങനെ പോകുന്ന വഴി അടിപൊളി ഒരു സ്ഥലം കണ്ടു. ഭയങ്കര സീനറി പോലുള്ള ഒരു സ്ഥലം. അപ്പോൾ അവിടെ നിർത്തി ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അത് കഴിഞ്ഞ് നമ്മളൊരു പ്ലം കേക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് കട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ നല്ല ഒരു അടിപൊളി കാലാവസ്ഥയായിട്ടോ. അവിടെ നിന്ന് അത് കട്ട് ചെയ്യാൻ വേണ്ടിയൊക്കെ സെറ്റ് ചെയ്ത് ഞങ്ങൾ അവിടെ നിന്ന് കട്ട് ചെയ്ത് അപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് വിശക്കുന്നുണ്ടായിരുന്നു. എന്നാൽ കട്ട് ചെയ്ത് അത് കഴിക്കുകയും ചെയ്യാമല്ലോ. അപ്പോൾ മൊത്തത്തിൽ അടിപൊളിയായിരുന്നു കേട്ടോ. അത് ഭയങ്കര അടിപൊളി കാലാവസ്ഥയും. ഞാൻ നിന്നോട് പറഞ്ഞില്ലേ ഹലോ ഗൈസ്, ഞങ്ങൾ ക്രിസ്മസിന്റെ പ്ലം കേക്ക് ഇവിടുന്ന് ഊട്ടിയിൽ നിന്ന് കട്ട് ചെയ്യാണ്. പക്ഷേ ക്രിസ്മസിന് 20 ദിവസം മുന്നേ എല്ലാരും കൂടെ ഓക്കെ കട്ട് ചെയ്തോ. ഹാപ്പി ക്രിസ്മസ് ടു യു. ഹാപ്പി ക്രിസ്മസ് ടു അച്ഛന്റെ ഹാപ്പി ബർത്ത്ഡേ അല്ലേ. അത് കഴിഞ്ഞ് ഞങ്ങൾ അടിപൊളി ഒരു വൈബുള്ളൊരു സ്ഥലത്ത് ഞങ്ങൾ കുറച്ച് നേരം നിർത്തിയിട്ടോ. നല്ല തണുപ്പും ചെറിയൊരു കാറ്റും ഒക്കെ ഉണ്ടായിരുന്നു. അടിപൊളി. കുറേ നേരം ഞങ്ങൾ എനിക്ക് തോന്നുന്നു ഒരു അരമണിക്കൂർ അവിടെ സ്പെൻഡ് ചെയ്തു. പിന്നെ താറിൽ വരുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ ഒരു ക്ഷീണവും കാര്യങ്ങളും ഒന്നുമില്ലായിരുന്നു. പിന്നെ അങ്ങനെ കുറച്ച് നേരം അവിടെ നിന്ന് പാട്ടൊക്കെ വെച്ച് കുറച്ച് ഡാൻസൊക്കെ ചെയ്ത് അങ്ങനെ ഒന്ന് മൊത്തം വൈബാക്കി. പിന്നെ മിന്നും നല്ല തകർത്ത് ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു. അവൾ നല്ല വൈബാണ്. കൂടെ വന്നു കഴിഞ്ഞാൽ അടിപൊളിയാക്കും. അപ്പോൾ പിന്നെ മൊത്തത്തിൽ ഞങ്ങളൊന്ന് എൻജോയ് ചെയ്തു. ജാൻവിക്കും ഋത്തുവിനൊക്കെ ആ സമയത്ത് ഒരു എക്സാം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞൊന്ന് റിലാക്സ് ആകുന്ന സമയമാണല്ലോ. അവർക്ക് എന്തോ സ്വർഗം കിട്ടിയ പോലെയായിരുന്നു. പ്രത്യേകിച്ച് ആ കാലാവസ്ഥ, അന്ന് ഞങ്ങൾ പോയ ആ ഒരു കാലാവസ്ഥ ഇത്രയും കാലം ഞങ്ങൾക്ക് ഊട്ടി പോയിട്ട് കിട്ടിയില്ല. അത്രയും എന്താ പറയാതിരിക്കാൻ വയ്യ. ജാൻവിക്ക് അടിപൊളി ഡാൻസായിരുന്നു. കാരണം കുറേ കാലത്തിന് ശേഷം പുറത്തിറങ്ങിയതിൻ്റെ ഒരു സന്തോഷവും എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ കുറേ സമയം ഞങ്ങളവിടെ നിന്ന് കുറേ നേരം നിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് കുറേ വീഡിയോ ഒക്കെ എടുത്ത് ഫുള്ള് സെറ്റ്. അന്ന് ഞങ്ങൾ പിന്നെ അങ്ങോട്ട് തകർത്തു കുറച്ച്. പിന്നെ ഞങ്ങൾ നേരെ പോയത് ഷൂട്ടിംഗ് പോയിന്റിലേക്കാണ്. ഈ 3 തവണ ഊട്ടിയിൽ വന്നിട്ട് ഞാൻ ഒരു തവണ മാത്രമേ ഷൂട്ടിംഗ് പോയിന്റ് പോയിട്ടുള്ളൂ. ജാൻവി ഋതുവിനൊന്നും ഷൂട്ടിംഗ് പോയിന്റ് കണ്ടിട്ടേ ഇല്ല. ഇപ്പം വരുമ്പോൾ ഒന്നെങ്കിൽ മഴ അല്ലെങ്കിൽ വെയിൽ അങ്ങനെയൊക്കെ പറഞ്ഞ് ഞങ്ങളത് ഒഴിവാക്കാറായിരുന്നു. ഇത്തവണ ഞാൻ വരുമ്പേ പറഞ്ഞു ഇവിടെ എന്തായാലും പോകണമെന്ന്. അതുകൊണ്ട് എന്തായാലും ഞങ്ങൾ മഞ്ഞ് പെയ്യുന്നുണ്ടായിരുന്നു. എന്നിട്ട് പോലും ഞങ്ങൾ അവിടെ ഇറങ്ങി. സത്യം പറഞ്ഞാൽ മൊത്തത്തിൽ കുളിച്ചിട്ടാണ് ഞങ്ങൾ അവിടുന്ന് പിന്നെ വരുന്നത്. അതിൻ്റെ മുന്നോട്ടൊന്നും ശരിക്കും കാണുന്നില്ലായിരുന്നു. കാരണം ഒന്നാമത് നല്ല മഴയാണോ മഞ്ഞാണോ എന്ന് മനസ്സിലാവാണ്ട് പെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ കാലൊക്കെ മൊത്തത്തിൽ പോകുമ്പോൾ ഞാൻ വെള്ള ഷോക്കായിരുന്നു. തിരിച്ചു വരുമ്പോൾ അതിൻ്റെ കളർ ഏതാണെന്ന് പോലും മനസ്സിലാത്ത അവസ്ഥയായിരുന്നു. ഋദ്വിനും ജാൻവിയും നടക്കുന്ന കണ്ടിട്ട് ഞങ്ങൾ വീഡിയോ എടുത്ത് വെച്ചാൽ ലോക അടിയുള്ള ആൾക്കാരാണ്. എന്താണെന്നറിയില്ല, അവർക്ക് ഇവിടെ എത്തിയപ്പോൾ അവരിങ്ങനെ നടക്കുന്നത് കാണുമ്പോൾ നമുക്ക് തന്നെ മനസ്സിന് തന്നെ ഒരു സന്തോഷം. അങ്ങനെ ഞാൻ കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് വെച്ചതാണ്. കുറച്ച് കാലം കഴിയുമ്പോൾ അടി ഉണ്ടാക്കുമ്പോൾ കാണിക്കാമല്ലോ എന്ന് പറഞ്ഞു. ഇവരങ്ങ് കുറേ ദൂരം നടന്നു. എനിക്ക് കുറേ ദൂരം അങ്ങോട്ട് നടക്കാനും പറ്റുന്നില്ല. കാരണം തണുത്തിട്ട് വിറച്ചിട്ട് സത്യത്തിൽ നടക്കാൻ പറ്റാത്തൊരവസ്ഥ. അങ്ങനൊരു ക്ലൈമറ്റ് എനിക്ക് തോന്നുന്ന ആ ഒരു മാസത്തിൽ ആ 2-3 ദിവസമായിരുന്നു അത്രയും അടിപൊളി ക്ലൈമറ്റ് ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. പിന്നെ ഞങ്ങളുടെ കുറച്ച് ഫ്രണ്ട്സ് അവിടെ പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ സമയത്ത് അവർക്ക് ആ ക്ലൈമറ്റ് ഇല്ലായിരുന്നു, ചൂടൊക്കെ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഞങ്ങൾ പോയത് എന്തോ ലക്ക് കൊണ്ട് തന്നെ അടിപൊളിയായിരുന്നു. ആ ഒരു വല്ലാത്തൊരു വൈബ് തന്നെയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇപ്പം
എന്താ പിന്നെ പറയാ, അവിടുന്ന് കുറേ റീൽസ് ഒക്കെ എടുത്ത് പിന്നെ ഒന്ന് ഒരുപാട് തകർത്ത്. സീനുകളിൽ ഇങ്ങനെ തുള്ളി ഒരു കളിച്ച് അടിപൊളിയായിരുന്നു. പിന്നെ അവളും കൂടി ഉള്ളത് കൊണ്ട് ഒരു വേറൊരു വൈബായിരുന്നു. മൊത്തത്തിൽ തകർത്ത് ഞങ്ങൾ കാര്യമായിട്ട് എമ്മാടി എന്നുള്ള റീൽസ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. ഒരുപാട് തവണ ഫ്ലോപ്പ് ആകുന്നുണ്ട്, പക്ഷേ ഞങ്ങൾ വിട്ടു കൊടുക്കുന്നില്ല. ഒന്നാമത് ഞങ്ങൾക്കെല്ലാം തണുത്തിട്ട് സത്യത്തിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. പക്ഷേ ഞങ്ങൾ വിട്ടുകൊടുത്തില്ല. ആ റീൽസ് ചെയ്തേ പറ്റുമെന്ന് വിചാരിച്ച് കുറേ ട്രൈ ചെയ്ത അവസാനം കോളാക്കി ഞങ്ങൾ. പറ്റിയതാണ്. ഒരു പാട്ടുകൂടി വെക്കണം. പിന്നെ